ഹായ് ഫ്രണ്ട്സ്, ടെക്പൊടിക്കലിന്റെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ആപ്സുകളൊന്നുമല്ല പരിചയപ്പെടുത്തുന്നത്. ഞാൻ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു അടിപൊളി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൂഗിൾ മാപ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ മാപ്പിൽ തിരയുന്നവർക്ക് വളരെ വേഗം നമ്മുടെ സ്ഥാപനത്തിൽ എത്തിപ്പെടാനും നമ്മളെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അത് സാധാരണ രീതിയിൽ നമ്മൾ മാപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടില്ല. നമുക്ക് നമ്മുടെ മാപ്പ് എത്ര പേര് വിസിറ്റ് ചെയ്യുന്നു, നമ്മുടെ മാപ്പിൽ എത്ര പേര് കോൾ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു എന്നൊന്നും നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ കിട്ടില്ല. നോർമൽ മാപ്പ് കോൺട്രിബ്യൂഷനിലൂടെ ഒരു പ്ലേസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഗൂഗിളിന്റെ ബിസിനസ് ആപ്പിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളാണ് നോർമൽ മാപ്പിൽ ഒരു മിസ്സിംഗ് പ്ലേസ് ആഡ് ചെയ്യുന്നതിനേക്കാളിലും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ടൊരു ഡേറ്റ അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ എങ്ങനെ നമ്മളുടെ ബിസിനസ് ലൊക്കേഷൻ ആഡ് ചെയ്യാമെന്നുള്ള രീതിയാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് നിങ്ങൾക്ക് താഴെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ മൈ ബിസിനസ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ജിമെയിൽ അക്കൗണ്ടുമായിട്ടാണ് ഈ ഒരു ബിസിനസ് ഐ ഡി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും. അതിൽ നിങ്ങളൊരു ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബിസിനസിന്റെ പേര്, ഏത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലൊക്കേഷൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. അതായത് സ്ട്രീറ്റ് അഡ്രസ്സ്, ലൊക്കാലിറ്റി, പിൻ കോഡ്, സ്റ്റേറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പിൽ എവിടെയാണെന്ന് നിങ്ങൾ പോയിന്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പിൽ സെറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിക്കുക. നിങ്ങൾ ഏതെങ്കിലും വേറെ സ്ഥലങ്ങളിൽ നിന്ന് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് ഏത് കാറ്റഗറിയിലാണ് എന്നാണ് ചോദ്യം. ബിസിനസ് ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറും ബിസിനസിന്റെ സംബന്ധമായ ഫോൺ നമ്പറും വെബ്സൈറ്റ് അഡ്രസ്സും കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മാപ്പ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോസ് മാപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ എത്ര പേര് വരുന്നുണ്ട്, കാണുന്നുണ്ടെന്നൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ മൈ ബിസിനസ് ആപ്പിലൂടെ ചെയ്യാൻ പറ്റുന്നത്. ലൊക്കേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ഫിനിഷിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്രസ്സ് വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ വായിക്കാനോ അല്ലെങ്കിൽ റിവ്യൂവിന് റിപ്ലൈ കൊടുക്കാനും ഫോട്ടോസ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ബിസിനസ് അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത കാണുന്ന പേജിൽ നിങ്ങളുടെ കോൺടാക്ട് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കോൺടാക്ട് നെയിം വെച്ചിട്ട് നിങ്ങൾ കൊടുത്ത ബിസിനസ് അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അടുത്ത 12 ദിവസത്തിനുള്ളിൽ ഒരു പോസ്റ്റ് കാർഡ് വരുന്നതായിരിക്കും. അതിലൊരു പിൻ കാണും. ആ പിൻ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ വരികയുള്ളൂ. അന്ന് മുതൽ തൊട്ടേ നിങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കാണിക്കാൻ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഇതുപോലെ വെരിഫൈ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് കാർഡ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ ഒരു പേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് കാർഡ് വന്നതിന് ശേഷം പിൻ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യുവർ റിക്വസ്റ്റ് എ വെരിഫിക്കേഷൻ പ്രോസസ് ഇൻ 13 March
എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 13-ാം തീയതി ഒരു 12 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് വരും. അതിനുശേഷം നമുക്കിത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാട്ടർ പ്യൂരിഫയർ കമ്പനിയുടെ ഗൂഗിൾ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ സംബന്ധമായ എന്ത് കാര്യത്തിനും കാവ വാട്ടർ പ്യൂരിഫയർ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്ത് വലിയ പ്ലാന്റ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ആയിക്കോട്ടെ, ഡൊമസ്റ്റിക് പ്ലാന്റ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും കാവ വാട്ടർ പ്യൂരിഫയറിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. മെയിനായിട്ട് 4 ജില്ലകളിലാണ്: ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം. 5 ജില്ലകളിലായിട്ടാണ് ഇവരുടെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഈ ലൊക്കേഷൻ ആഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാപ്പിൽ നിങ്ങളുടെ ലൊക്കേഷൻ ആരൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൊക്കേഷനിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ഫോട്ടോസ് ആഡ് ചെയ്യാൻ സാധിക്കും, ലൊക്കേഷൻ ആഡ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഈ ഒരു ആപ്പിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചറിലൂടെ ആഡ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമർ ജനറേഷൻ ലീഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ കാര്യം ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ.